പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. 33 വർഷം ഈശോയുടെ വേല ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഒരിക്കലൊരു യുവാവ് എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല എന്ന് വളരെ സങ്കടത്തോടെ പറഞ്ഞു. ആ മകൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ സ്വർഗത്ത് പോകാൻ സാധിക്കുമോ? ഞാൻ വളരെ സ്നേഹത്തോടെ ആ മകനെ സ്വീകരിച്ച് അവനെ സാന്ത്വനപ്പെടുത്തി, കുഞ്ഞെ, നിന്റെ ഈ ആഗ്രഹം പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ്. വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് ഒരുവൻ ആഗ്രഹിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഞാൻ അവനോട് സ്നേഹത്തോടെ പറഞ്ഞെന്തെന്നറിയാമോ? സിറ്റ് ആൻഡ് പ്രേ, ഇരുന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ് നാം ആഗ്രഹിക്കുന്ന രീതിയിലൊരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ പറ്റാത്തത്. ഞാൻ അവന് കൊടുത്ത വചനം അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 35-ാം വാക്യമാണ്. കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാവുക. നിന്നെ ഇപ്പോൾ അലട്ടുന്ന പ്രലോഭകൻ, നിന്റെ ശത്രു, ലോകവും ശരീരവും സാത്താനുമാണ്. അതിനെ പരാജയപ്പെടുത്തുവോളം നീ എൻ്റെ വലത്തുവശത്ത് ഉപവിഷ്ടനാവുക. ഈശോയുടെ അടുത്തിരിക്കുക. ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, നാം ഒത്തിരി തിരക്കുള്ളവരാണ്. പല കാര്യങ്ങൾ. നമ്മുടെ ശാപം എന്താണെന്നറിയാമോ? സുപ്രധാനമായവയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ അപ്രധാനമായ കാര്യങ്ങളുടെ പുറകെ ഓടുന്നവരാണ് നമ്മൾ. നമ്മുടെ ഓട്ടം വ്യർത്ഥമാവും പലപ്പോഴും. അതിനാൽ ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുവാൻ സമയം കണ്ടെത്തുക. നമ്മുടെ പല ഓട്ടങ്ങളും, നമ്മുടെ പല വ്യർത്ഥമായിട്ടുള്ള അധ്വാനവും ഈശോ മാറ്റിത്തരും. 3 മാസം കൊണ്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഈശോ നമുക്ക് 2-3 ദിവസം കൊണ്ട് ചെയ്തു തരും. ഈശോയുടെ കൂടെ ചെയ്താൽ. അപ്പോൾ ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, ആ മകനോട് ഞാൻ പറഞ്ഞ കാര്യം, ഈശോയോട് കൂടെ ആയിരിക്കുക. തിരക്കുകളെല്ലാം മാറ്റിവെക്കുക. വളരെ അനുസരണയുള്ളൊരു മകനായിരുന്നു. അവൻ ലീവ് എടുത്ത് കുത്തിയിരുന്ന് ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ മാസങ്ങൾ കഴിഞ്ഞു. ദേവാലയത്തിലെ ദിവ്യകാരുണ്യ ആരാധനാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അവൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത പ്രകാശം. അവൻ മാറി മാറി ദിവ്യകാരുണ്യ നിത്യ ആരാധനാ കേന്ദ്രങ്ങൾ അവൻ കണ്ടുപിടിച്ച് അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, നമുക്കും ഈശോയുടെ വചനത്തിന്, ഈശോയുടെ സാന്നിധ്യത്തിന് നമുക്ക് പ്രാധാന്യം കൽപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ചെലവഴിക്കുന്നതിൻ്റെ ഇരട്ടി സമയം നമുക്ക് ഈശോയോട് കൂടെ ചെലവഴിക്കാം. നമ്മളെ ഇപ്പോൾ പ്രയാസപ്പെടുത്തുന്ന എല്ലാ ശത്രുക്കളും പരാജയപ്പെടും. ഇതാ അപ്പോസ്തല പ്രവർത്തനം 2:35 നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം
നീ എൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാവുക. നമ്മുടെ എല്ലാ ശത്രുക്കളെയും, നമ്മുടെ എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളെയും, ഏതു തരത്തിലെ കടബാധ്യതകളോ മറ്റ് ദുശ്ശീലങ്ങളോ എന്തിനേയും നമുക്ക് പരാജയപ്പെടുത്താൻ ഈശോയോട് ചേർന്ന് നിൽക്കുക. ഇതാ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.